പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അദൃശ്യ പറയുന്നുണ്ടായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ലാന്ന്. അപ്പോൾ നയനയാണെങ്കിലും ഞാൻ കഴുകി തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് പറയും. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ കഴുകിക്കോളാം എന്ന് പറഞ്ഞിട്ട് അദൃശ്യ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ നയനയോടും കൂടെ ചെല്ലാനായിട്ട് പറയാണ് കേട്ടോ, മോളും കൂടെ ചെല്ലുമെന്ന് പറയാണ്. അപ്പോൾ നയന് പോകുന്നുണ്ട്. അപ്പോൾ ജയനാണെങ്കിൽ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ, ഇനി തിരിച്ചു വരുമ്പോൾ പെയിൻറ്റ് കൂടരുത് എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ആദർശ് കോട്ടെടുത്ത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നയനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്നോട് മാത്രം വരാൻ പറഞ്ഞിട്ട് നീ എന്തിനാ എല്ലാവരെയും കൂട്ടി വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നയനയ്ക്ക് അതിൻ്റെ കാര്യം അറിയില്ലല്ലോ. അപ്പോൾ ഞാനല്ല പറഞ്ഞത്, അതിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, നീ വെറുതെ വീണ്ടും കള്ളം പറയരുത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കള്ളം പറയാൻ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും നയനങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞില്ലാന്ന് ഇങ്ങനെ എനിക്കറിയാലോ, അത് ഞാൻ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല, അത് തെറ്റല്ലേ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് രണ്ടുപേരും ആദർശനാണെങ്കിലും നയന പറഞ്ഞത് അങ്ങ് വിശ്വാസമാവുന്നില്ല കേട്ടോ. നയന പറയാതെ എങ്ങനെ എല്ലാവരും അറിയുന്നതെന്നുള്ള ആ ഒരു സംശയമാണ്. അപ്പം എന്തായാലും നയന പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയില്ല എന്ന്, എല്ലാവരും താഴെ ഒരുങ്ങിയിരിക്കുകയായിരുന്നു, ഇപ്പം എല്ലാവരും വന്നുകൊണ്ട് എന്താ പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ മാത്രം വരുന്ന സമയത്ത് എവിടേക്കാണ് പോകണമെന്ന് അമ്മ ചോദിക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും അമ്മേനോട് ഞാൻ നിന്നെ വന്ന് കൊണ്ടുവരുമ്പോൾ കാര്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞതല്ലായിരുന്നോ, ഇനിയിപ്പോൾ നിനക്ക് വേണ്ടിയിട്ടാണ് ഈ പാർട്ടി അറേഞ്ച് ചെയ്തതെന്ന് അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ പ്രശ്നമാവും. ഇപ്പോൾ തന്നെ അമ്മയുടെ മുഖത്ത് അത് നേരത്തെ പറയാത്തതുകൊണ്ടുള്ള ഒരു ദേഷ്യം ഉണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നയന തെറ്റുകാരിയല്ല എന്ന് ഇങ്ങനെ ആദർശ് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നയനയാണെങ്കിലും അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഇങ്ങനൊരു അബദ്ധം എനിക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നയന ഇങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ആദർശിന് അത് അത്രയ്ക്ക് അങ്ങ് വിശ്വാസമായിട്ടില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ എന്താ നടന്നതെന്ന് നയനയ്ക്കും അറിയില്ലല്ലോ. പിന്നീട് അതൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ജലജയാണെങ്കിലും ഇങ്ങനെ ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു, മൂർത്തി ജ്വല്ലറിക്ക് ഇങ്ങനെ ഒരു മാസം കോടികളുടെ വരുമാനമാണ് വരുന്നത്, പക്ഷേ നമ്മളാരും ഇതുപോലെ ഇങ്ങനെ ദൂർത്തടിക്കാറില്ലല്ലോ. ഏട്ടത്തി വന്ന ശേഷം ഏട്ടത്തിയാണെങ്കിലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ അതൊക്കെ പ്രതീക്ഷിക്കാന്ന് പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞ് ദേവനിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കനകയാണെങ്കിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണ് ഇങ്ങനെ ആദർശ് മോൻ്റെ അമ്മേനെ തിളപ്പിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നയനി ആദർശം കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ അവർ വന്നിട്ട് അവിടെ ഇരിക്കട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്നിങ്ങനെ ഈ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കാരണമൊന്നുമില്ല, നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് വരാൻ പോവല്ലേ, അപ്പോൾ വളകാപ്പ് കഴിഞ്ഞാൽ നവ്യയുടെ തറവാട്ടിലേക്ക് പോവില്ലേ, അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു പാർട്ടി അറേഞ്ച് ചെയ്താണെന്ന് ഇങ്ങനെ ആദർശ് പറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും ആ അങ്ങനെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ആ സംശയമൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ അനിയുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ അമ്മേനോട് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് അവിടെ സ്റ്റേജിൻ്റെ അവിടെ പോയിട്ട് ഒരു സെൽഫി എടുത്താലോ. ആ സമയത്ത് ജാനകി പറയും, അപ്പോൾ എന്തായാലും നമുക്കും കുറച്ച് കഴിഞ്ഞാൽ ഒരു മരുമോള് വരും, പിന്നീട് അവർക്കൊരു കുഞ്ഞൊക്കെ ജനിക്കും, അപ്പോൾ നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിയാവും, അപ്പോൾ ആ സമയത്താണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവിടേക്ക് അനിയും വരുന്നുണ്ട്. അപ്പോൾ അനി എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നീയും ഇവിടെ ഉണ്ടായിരുന്നോ എന്ന്. അപ്പോൾ ആ സമയത്ത് അനിയാണെങ്കിലും ആദർശിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവർക്ക് രണ്ടുപേർക്കും മാത്രമാണല്ലോ ഡിന്നർ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരെയും വിളിച്ച് വന്നതിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, അവനാണ് ഈ പാർട്ടിയെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തതെന്ന് പറയൂ കേട്ടോ. എന്നിട്ട് നീ ഞങ്ങളോടൊരു വാക്കൊന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ അനിയുടെ അച്ഛനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയും. പിന്നീട് നയനയാണെങ്കിലും മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ആദർശത്തിന് വലിയ മാറ്റം ഉണ്ടെന്ന് വേണം കരുതാനെന്നൊക്കെ. പിന്നീട് എല്ലാവർക്കും ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശ് അങ്ങനെ കുടുംബത്തിലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതുകൊണ്ടാണ് പാർട്ടി അറേഞ്ച് ചെയ്തതെന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ അബി ഇങ്ങനെ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു, അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ജലജ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ നാളെ പോകാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തിനാണ് അവനോട് താങ്ക്സ് പറയുന്നതെന്നൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കാണെങ്കിലും ഭയങ്കര സങ്കടമുണ്ട്, അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും വലിയൊരു സെറ്റപ്പൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് എല്ലാവർക്കും നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അനി വരുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ അനാമികേനോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ ഇത്രയും വലിയ പാർട്ടിയോടെ നീ അറേഞ്ച് ചെയ്ത സമയത്ത് അവളെയും കൂടെ വിളിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി അറേഞ്ച് ചെയ്തതെന്ന് പറയുന്ന സമയത്തും ഇങ്ങനെ ദേവയാനിക്ക് അത് അത്രയ്ക്ക് അങ്ങ് വിശ്വാസമൊന്നും ആവുന്നില്ല കേട്ടോ, എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജയനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയനാണെങ്കിലും ഇങ്ങനെ അതിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോകുന്നത്, ആദർശ് പറഞ്ഞല്ലോ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേവയാനിക്ക് അതൊന്നും വിശ്വാസമൊന്നും ആവുന്നില്ല. പിന്നീട് ആദർശനാണെങ്കിലും ഭയങ്കര ഒരു സങ്കടമൊക്കെ കണ്ടിട്ട് നയനിക്കും അത് വലിയൊരു വിഷമമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് അബീനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ജലജയാണെങ്കിലും അവിടെ നിന്ന്. അപ്പോൾ ആ സമയത്ത് ജലജ പറയുകയും ചെയ്യുന്നുണ്ട്,
ഓരോരുത്തരുടെ നോട്ടം കണ്ടില്ലേ, ഇങ്ങനെ കുപ്പത്തൊട്ടിയിൽ കിടന്നവരൊക്കെ ഇപ്പോൾ വന്ന് സ്റ്റാർ ഹോട്ടലിൽ വന്ന് ഞെളിഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ പിന്നീട് അഭി ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, അവൾക്ക് ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. എന്തായാലും ഈ പാർട്ടിയുടെ അവസാനം എന്തായാലും വലിയൊരു ട്രാജഡി ആയിരിക്കും നടക്കുന്നതെന്നൊക്കെ ജലജയും പറയുകയാണ്. അപ്പോൾ അവർ നവിയുടെ കുഞ്ഞ് പോകുന്നുള്ള ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. പിന്നീട് ആദർശാണെങ്കിലും അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ബാൽക്കണിയുടെ അവിടെ അങ്ങനെ ചെന്ന് നിൽക്കുകയാണ് കേട്ടോ ഒറ്റയ്ക്ക്. അപ്പോഴേക്കും നയന അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നയനയോടാണെങ്കിലും പറയുന്നുണ്ട്, നീ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ എത്ര കള്ളങ്ങളാണ് പറയേണ്ടി വരുന്നത്. അമ്മേനോട് നേരത്തെ പറയാത്തതുകൊണ്ട് അമ്മയുടെ മുഖത്ത് ആ ഒരു ദേഷ്യമുണ്ട്. ഇനിയിപ്പോൾ നിനക്ക് വേണ്ടിയിട്ടാണ് ഈ പാർട്ടി അറേഞ്ച് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ വലിയ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് നയനയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്രയും വലിയൊരു പാർട്ടി നടക്കുന്ന സമയത്ത് ആദർശേട്ടൻ ഇവിടെ വന്ന് മാറി നിൽക്കുന്നത് ശരിയാണോ എന്ന്. അപ്പോൾ ആദർശ് പറയുകയും ചെയ്യും, ഞാനിങ്ങനെ എല്ലാവരും വന്നുകൊണ്ട് വീട്ടിലെല്ലാവരും വന്നുകൊണ്ട് എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ എനിക്കിങ്ങനെ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ വലിയ വിഷമാവും, അതാണ് ഇങ്ങനെ ഞാൻ കാണിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ പിന്നീട് നയന പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയും. പിന്നീട് ആദർശാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാർട്ടി അറേഞ്ച് ചെയ്തതെന്ന് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വലിയ പ്രശ്നമാവും, നമ്മളായിട്ട് എന്തിനാണ് വെറുതെ കുടുംബകലഹം ഉണ്ടാക്കുന്നത് അങ്ങനെ പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ നയന പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അമ്മ അത് അറിയാനൊന്നും പോകുന്നില്ല, അപ്പോൾ ആദർശേട്ടൻ ഇവിടെ ഇങ്ങനെ വന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ആദർശിൻ്റെ സങ്കടം കണ്ടിട്ടാണെങ്കിൽ നയനയ്ക്കും ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് അഭിയാണെങ്കിലും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ തന്നെ. അപ്പോൾ അവളുടെ കുഞ്ഞെന്തായാലും പോകുമല്ലോ, അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ പാർട്ടി നടത്തുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ സന്തോഷം നടക്കും എന്നുള്ള ആ രീതിക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മനസ്സിൽ ഓരോന്ന് ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് നയന ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പോൾ കനക അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കനക വന്നിട്ട് ഇങ്ങനെ നയനയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ നയനയോട് മാത്രമാണല്ലോ ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ താഴേക്ക് വരുന്ന സമയത്ത് എല്ലാവരും മാറ്റിയിരിക്കുകയായിരുന്നു എന്നൊക്കെ കനകയോട് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ കളിച്ചത് ജലജയാണെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്തായാലും മോൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്, എല്ലാം നന്നായിട്ടുണ്ട്, അതിലെനിക്ക് അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ പാർട്ടിയൊക്കെ നടക്കുന്ന സമയത്തും നയനയുടെ ഉള്ളിൽ നവിയുടെ വയറ്റിലൊരു കുഞ്ഞില്ല എന്നുള്ള ആ ഒരു ഇതുണ്ട്, അത് ആരോടും തുറന്നു പറയാനും പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സങ്കടമുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും വലിയ അങ്ങനെ ആഘോഷം നടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ടെന്ന് കനകയോട് തുറന്നു പറയുകയാണ്. അപ്പം മോളുടെ വിഷമം എന്താണെന്ന് അമ്മ ചോദിച്ചതെന്ന് പറയും. അപ്പോൾ അതൊന്ന് തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുക എന്നുള്ളൊരു പേടിയുണ്ടെന്ന് പറയും. ഇന്നെന്തായാലും മോള് ഇങ്ങനെ പരമാവധി ഇങ്ങനെ സന്തോഷിച്ചേ പറ്റുള്ളൂ, എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് കനക അങ്ങനെ നയനേനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാണ് കേട്ടോ. പിന്നീട് അനിയനോട് സംസാരിക്കുന്നുണ്ട് ആദർശാണെങ്കിലും. അപ്പം അനിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഏട്ടൻ എന്ത് പണിയായി കാണിച്ചത് അങ്ങനെ പറയും. എല്ലാവരും വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടെ രണ്ടുപേർക്കുള്ള ഫുഡ് മാത്രമേ ഇങ്ങനെ ഇതാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ വരുള്ളൂ എന്ന് വിചാരിച്ച് വലിയ ബിൽഡപ്പൊക്കെയാണ് കൊടുത്തത്. അപ്പം മാനേജറുടെ മുന്നിൽ ഞാനിപ്പോൾ ആകെ ഇതായി പോയില്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ ഇതൊരു വലിയൊരു ഹോട്ടലല്ലേ, അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ അനി ചോദിക്കുന്നുണ്ടായിരുന്നു, ഏട്ടത്തിയോട് പറഞ്ഞിട്ടില്ലായിരുന്നില്ല നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് പോകുന്നതെന്ന്. അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞതാണ്, പക്ഷേ അവളുടെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ അറേഞ്ച് ചെയ്തതെന്ന് ആരും അറിയാതിരുന്നാൽ മതി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ അറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വിഷമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ അനിയനോട് ഇങ്ങനെ മാനേജറോട് സംസാരിച്ചെല്ലാം റെഡിയാക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും ഇങ്ങനെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇതൊക്കെ ചെയ്യായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് നയനയാണെങ്കിലും അതന്നെ ഓർത്തുകൊണ്ട് ആദർശിൻ്റെ സങ്കടം കൊണ്ട് ആദർശേട്ടൻ ഭയങ്കര ചൂടിലാണല്ലോ, അങ്ങനെ ഓർത്തുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നീട് ആദർശ് അനിയും കൂടെ ഹോളിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അനി മാനേജറോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവിടെ അങ്ങനെ കേക്കൊക്കെ കൊണ്ട് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ പറയണം. അപ്പോൾ മാനേജറാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇന്ന് മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആദർശ് സാറിൻ്റെ വൈഫിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത പാർട്ടിയാണിത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ എന്തായി എന്നിങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് ഇങ്ങനെ അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും ഇങ്ങനെ ഈ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതിനിപ്പോൾ എന്താ, ആദർശ് നേരത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ ഇതിലങ്ങ് നിന്നാൽ പോരെ എന്നുള്ളതിൽ അങ്ങനെ ദേവയാനിയോട് പറയണം. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ഭയങ്കര ഒരു ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് പറയുകയാണ്. ഇതൊക്കെ അറേഞ്ച് ചെയ്തിരുന്നോ എന്ന് മുത്തശ്ശനും ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത്. പിന്നീട് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പറയുന്ന സമയത്ത് ഇങ്ങനെ മുത്തശ്ശനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും കൂടെ കട്ട് ചെയ്തോ എന്ന് പറയും. ആ സമയത്ത് മാനേജർ പറയുന്നുണ്ടായിരുന്നു, സാറിൻ്റെ വൈഫിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത പാർട്ടിയല്ലേ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരല്ലേ കേക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ദേവയാനി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.